എന്താടാ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ ചായ ഇടാനും പഠിച്ചില്ലേ ഉള്ളൂ. അല്ല ഞാനിപ്പോ പഞ്ചസാര ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത്രയും കട്ടി കിട്ടാ പിന്നെ എങ്ങനെ കുടിക്കണമെന്നില്ലേ? പോണ്ടേ നിനക്ക്? അവിടെ ഇല്ലേ? ഓ നിരാഹാര സത്യാഗ്രഹമാ. എന്തിന്? ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. 10,000 രൂപ. അത് സാരമില്ല, അകത്ത് കിടക്കട്ടാണ്. ആ പൈസ ലാഭം കിട്ടുമല്ലോ. അത് നീ അടുത്ത് കൊടുത്താ? പിന്നെ എന്റെ കയ്യിൽ ഇരിക്കപ്പോ 10,000 രൂപ. നീ ചിലപ്പോൾ ആരെങ്കിലും മറിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്താനും ഇല്ല, തിരിക്കാനും ഇല്ല, ഒന്നുമില്ല എന്റെ കയ്യിൽ. എന്റെ ക്ലീറ്റോടെ കണ്ണീര് കണ്ടാൽ എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലോ എടുത്ത് ചെയ്താൽ നീ അനുഭവിക്കും. ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. മറ്റേ പയ്യനോട് വന്ന ആളോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കയറി വരുമ്പോൾ അയാളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മോശമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അവസാനം എൻ്റെ തലയിലാവും. അല്ല ഞാൻ ചോദിക്കട്ടെടി, നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ എന്തെങ്കിലും കാണാതെ വരണം ചെയ്യണത് ശരിയല്ലല്ലോ. ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ലോൺ എടുത്താൽ കുഴപ്പമില്ല, അല്ല പണം മേടിച്ചാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. പട്ടിണി എടുത്ത് കുറെ വിശക്കുമ്പോൾ അവൻ തന്നെ കയറിയിട്ട് കഴിച്ചോളൂ. ചെവി ഉള്ളവനോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പാർട്ടിയുടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ 10,000 രൂപ മറിച്ചേക്കണം. എന്ത് കാര്യത്തിന്? പാർട്ടിയുടെ കാര്യത്തിന്. പാർട്ടിയുടെ കാര്യത്തിനാ 10,000 രൂപ? അത് പാലേ മേടിച്ചോണ്ടോ? ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഈ മുറ്റത്ത് കിടപ്പുണ്ട്. ആവശ്യമില്ലാത്ത വെളിയെ കൊണ്ട് കളയണം. വെളിയിൽ കൊണ്ടേ കളയണം. അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അതൊക്കെ ദൂരെ കളയാ. ചിലത് എടുക്കാനും കൊള്ളില്ലാത്ത പരിവത്തിലായിട്ടേക്കണേ. ഹലോ, ആ എന്താ വിളിച്ചേ? ആർക്ക്? വള്ളി ചേച്ചിക്കോ? 10,000 രൂപയോ? ആ അയ്യോ, അതെന്റെ ഈ തന്നെ എന്തിനാ? ചേച്ചി അങ്ങ് നേരിട്ട് കൊടുത്താൽ പോരെ? ആണോ? അപ്പൊ ഇന്ന് മോക്കറിയാമോ, വഴി അറിയാമോ ഇങ്ങോട്ട് വരാൻ? ആ ഞാനിവിടെ ഉണ്ടാവും. ഓ ശരി. ഈ എന്തോ ഒരു 10,000 രൂപയുടെ കാര്യം പറയുന്നതായിട്ട് ഫോണിലെ 2 ദിവസത്തേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വള്ളി ചേച്ചിയുടെ ഒരു 10,000 രൂപയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ വള്ളി ചേച്ചിയുടെ, അത് 2 ദിവസത്തേക്ക് ഒരു ചെറിയ മറപ്പിന് കഴിഞ്ഞിട്ട് കൊടുക്കാം. വള്ളി ചേച്ചി നിങ്ങളുടെ അമ്മയുടെ മോളാണോ? ആണോ? വള്ളി ചേച്ചിക്ക് ഓമന ചേച്ചി കൊടുക്കാനുള്ള പൈസ അത്. ആ ചേച്ചി വരും വൈകുന്നേരം. ഈ വൈകുന്നേരം എന്ന് പറയണത് ഇന്നത്തെ ഒരു വൈകുന്നേരം, നാളത്തെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ മറ്റന്നാളത്തെ വൈകുന്നേരം കൊടുക്കാം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്, അവർ നിങ്ങളുടെ അമ്മായിയുടെ മോളാണോ എന്ന്. അല്പമെങ്കിലും നാണം വേണം മനുഷ്യന്, കേട്ടോ. 2 കിഡ്നിയില്ലേ, ഒരെണ്ണം എടുത്ത് കൊടുക്ക്. ഞാൻ ചിലപ്പോ എന്റെ ഹാർട്ട് വരെ എടുത്ത് കൊടുക്കും. നിങ്ങൾക്ക് ഹാർട്ട് ഇല്ലല്ലോ, പിന്നെ എന്തെന്ന് കൊടുക്കണം? ഇവിടെ നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് ഹാർട്ട് ഇല്ലാതെ ഒന്നുമില്ലാതെ ഐഡിയ എനിക്ക് നല്ല കാര്യമായി പോയി. എന്തെങ്ങനെ ഇരിക്കണേ? ഞാൻ തലകുത്തിക്കണോടി. അല്ല, വെള്ളമില്ലായിട്ട് ഇറങ്ങ്. ഇന്നൊരു കാര്യം ചെയ്യും, വടക്ക് വശത്തോട്ട് പോകും. ഈ വശത്തോട്ടൊക്കെ ഒരിക്കലും ചോദിച്ചു കഴിഞ്ഞല്ലോ, എന്നിട്ട് കാശ് തെണ്ടിറങ്ങി നടന്ന്, അല്ലെങ്കിൽ റോഡിൽ നിന്ന് ആരോടെങ്കിലും വിളിച്ച് ചോദിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, കേട്ടാ. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. തീരുമാനിക്കുന്നത് വീട്ടിലേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞേ. എനിക്ക് സൗകര്യമില്ല ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ. സൗകര്യപ്പെടൂല. വിശക്കുന്നുണ്ടെങ്കിൽ നിക്ക്, ഞാൻ റേഷൻ കടയിൽ പോയിട്ട് അരി മേടിച്ചിട്ട് വരട്ടെ വാവയ്ക്ക് ഉണ്ണാനായിട്ട്. ഈ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ മരിച്ചൊന്നും പോയില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കറിയാം രാത്രി എഴുന്നേറ്റ് എന്തെങ്കിലും തിന്നോന്ന്? എന്റെ പട്ടി തിന്നോടി. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും തിന്നാതിരിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഒരുപാട് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ, അങ്ങോട്ട് നടത്താൻ പറ്റൂല. കർത്താവേ, രാവിലെ എനിക്ക് ചൊറിഞ്ഞ് വരണുണ്ട്. ഞാൻ ഇത്തിരി വിശ്രമിക്കട്ടെ, അതിനെങ്കിലും ഇത്തിരി സമാധാനം തരൂ. ഇങ്ങനെ കള്ളന്മാരെ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഓടണത്. കള്ളം നിന്റെ തന്ത ആവിൽ തരടി. കളിക്കുന്നവള് എന്തെങ്കിലും ഒരു ഉപകാരം കുടുംബത്തിന്.
പിന്നെയും കുടിച്ചു മനുഷ്യന്. സാറേ അളിയ ഇപ്പം മറ്റന്നാൾ യശവന്ത് ദേശായിയെ കാണാൻ പോകാൻ വണ്ടി ബുക്ക് ചെയ്യാനേ പൈസ ഒന്നും അറേഞ്ച് ആയില്ല അളിയ. എങ്ങനെയെങ്കിലും നീ ഒരു 10 രൂപ പോട്ട്, ഒരു 5 രൂപ നീ എങ്ങനെയെങ്കിലും ഒന്ന് മറിക്ക്. അതെ, നമുക്കൊരു 2 ദിവസത്തിനകത്ത് തിരിച്ചു കൊടുക്കാം. ആ നടക്കൂലേ? അല്ല, എൻ്റെ ഇച്ചിരി പൈസ വരാണ്ട് അത് വരും. അത് മിക്കവാറും നാളെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ തിരിച്ചു കൊടുക്കാം. നീ എങ്ങനെയെങ്കിലും ഒന്ന് മറിക്കാൻ നോക്കടേ. പാർട്ടിക്ക് വേണ്ടിയല്ലേ എളിയാ, ഞാൻ എന്തോരം മറിച്ച് നിൽക്കണമെന്ന് അറിയാമോ പാർട്ടിക്ക് വേണ്ടിയിട്ട്? ഇവിടെ ഇനിയിപ്പം മറിക്കാനായിട്ട് ഒന്നുമില്ല എളിയാ. ഇവിടെ മറിക്കാനുള്ള മാക്സിമം മറിച്ച്. എൻ്റെ ആളെ നീ ചുമ്മാരി. അവൻ്റെ അടുത്ത് ആര് പോയി പൈസ ചോദിക്കണത്? അതിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്. ആ ഓ ഡേയ്, നിൻ്റെ പെൺപിള്ളയുടെ ഒരു വളയോ എന്തെങ്കിലും ഒന്നും നടക്കൂല. കുഴപ്പമില്ല, നീ ശ്രമിച്ചാൽ നോക്ക്. ഓക്കെ.